ഇന്ന് ഞാൻ കപ്പ കുഴച്ചത് മീൻകറി ഉണ്ടാക്കാൻ പോവുകയാണേ. അങ്ങനെ ഞാൻ എല്ലാം കപ്പയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി നമുക്കൊരു കുക്കറിലോട്ടിട്ട് വേവിക്കാൻ വെക്കാം. കപ്പ വേകുന്ന സമയം കൊണ്ട് ഈ മീനും കൂടെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. കുറച്ച് ഉപ്പിട്ട് അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുവാണ്. ഇത് സ്രാവെന്ന് പറയുന്ന മീനിൻ്റെ കഷ്ണങ്ങളാണ് വാങ്ങിച്ചത്. ഇത് സ്രാവെന്നും ചൊറകെന്നും ഒക്കെ ഓരോരുത്തർ പറയാറുണ്ട്. അങ്ങനെ അതെല്ലാം ഞാൻ കഴുകി എല്ലാം വെച്ചു. അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചു. പൊടികളെല്ലാം ഞാൻ ചൂടാക്കിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് കുടംപുളിയും കൂടെ ഞാൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു സ്റ്റൗ കത്തിച്ച് പാത്രം ചൂടായി വരുമ്പോഴത്തേക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ടൊരല്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ഈ അരിഞ്ഞ ഇതെല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അരപ്പ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം പെറുക്കി വെള്ളത്തിലിട്ട് കൊടുക്കാം. അതിലോട്ട് ഇട്ട് കൊടുത്ത് അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പുണ്ടാക്കാം. അപ്പോൾ ആവശ്യത്തിന് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ട് ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് അത് ഈ കപ്പയ്ക്കകത്തോട്ട് വെന്ത് വന്ന ഈ കപ്പയ്ക്കകത്തോട്ടിട്ട് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണം. അതെല്ലാം അതെല്ലാം റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കിനും നമ്മുടെ മീൻകറി എല്ലാം റെഡിയായി വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് നല്ല സൂപ്പറായിട്ട് വന്നു. കുറച്ച് മുളക് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാനായിട്ടൊരു ആഗ്രഹം. അങ്ങനെ കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയെല്ലാം കൂടെ അതും ഒന്ന് റെഡിയാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയാലോ. കണ്ടോ, ആ കപ്പ കുഴച്ച് നല്ല അടിപൊളിയായിട്ട് വെന്ത കപ്പയായിപ്പോയി. കപ്പയും